മാക്സിമം പറ്റാവുന്ന ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഷോ ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഷോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷോ ചെയ്തിട്ട് 10,000 രൂപ കിട്ടിയുള്ളെങ്കിലും എനിക്ക് ആ സ്പോട്ടിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് ഇൻട്രോ എല്ലാം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ സംഭവം പരിപാടി നടത്തി. ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്ന്, വിളിക്കുന്നവരൊക്കെ ഹാപ്പി ആയിട്ട് ഓടി വന്നത്. എല്ലാവരും വന്ന് വലിയ ഹെവി ഷോയാണ് ചെയ്തിട്ട് ഇൻട്രോയിലായപ്പോഴത്തേക്ക് ഇവർ 5 ലക്ഷമോ 7 ലക്ഷമോ 7 ലക്ഷമെന്ന് തോന്നണം എൻ്റെ അടുത്ത്. എനിക്ക് തോന്നണം കൃത്യമായിട്ട്. അവർ ആ കറക്റ്റായിട്ട് ആ ഇൻട്രോൾ ടൈമിൽ എൻ്റെ കൊണ്ട് തന്ന് അത് ആ കുട്ടിയുടെ അച്ഛൻ്റെ കൊടുത്ത്. ഇതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വീണ്ടും വിളിച്ച് ഷോ കഴിഞ്ഞിട്ട്, ചേട്ടാ ഒരു 3 ലക്ഷം കൂടി കിട്ടിയിട്ടുണ്ട്, അപ്പം അത് ചേട്ടൻ വന്നാൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ വരേണ്ട കാര്യമില്ല, കാരണം അത്രയും നല്ലൊരു സംഘാടക സമിതി ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നെക്കാളും അത് കൊടുക്കാൻ യോഗ്യത ഉള്ളവർ അവർ തന്നെ. അപ്പോൾ അവർ നിങ്ങൾ തന്നെ ഏറ്റവും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടി രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് കുട്ടിക്ക് സമ്മാനമൊക്കെ മേടിച്ചു കൊണ്ട് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് എല്ലാം കൂടി തിരിച്ചു പോന്നു. ഇപ്പം ഞങ്ങൾ കുട്ടി എവിടെ എന്താണെന്നൊന്നും ആലോചിക്കണില്ല. അത് ആ പാർട്ട് അവിടെ കഴിഞ്ഞ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ സഹായങ്ങൾ എപ്പോഴും ഇരുകൈ അറിയരുതെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മറ്റവരിൽ ഈ കൊടുക്കുന്നവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ കൊടുക്കുന്നതെല്ലാം. അത് നമ്മളങ്ങനെ ഒരിക്കലും അവർക്ക് ഉണ്ടെങ്കിലും നമ്മളവരെ സഹായിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പാലാരൂട്ടത്ത് ഞാനും ഈ പറഞ്ഞ അനീസും ഞങ്ങളും കൂടി പോകുന്ന സമയത്ത് രാത്രി 12 മണിയപ്പോൾ അമ്മയും മോനും നിൽക്കുക. അപ്പോൾ ഇവർ ചോദിച്ചു വൈറ്റിലയിൽ ഇറക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എന്താ വൈറ്റില ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വൈറ്റിലേക്ക് പോകുന്ന വഴി ഞാൻ ഇവരോട് ചോദിക്കും, നിങ്ങൾ എവിടെയാ, എന്താ, എങ്ങനെ ഇവിടെ റോട്ടി വന്നത്, എന്താ ചേട്ടാ ഞങ്ങളിവിടെ എറണാകുളത്തൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, അമ്മയും ഞാനും. അപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു, പൈസ കൊടുക്കാതെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇറക്കി വിട്ടുന്നോ, എന്താ വാടക കൊടുത്തിട്ടില്ല എന്ന്. വയറ്റിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു അവിടെ എത്ര വാടക കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം അത് ആദ്യം ഞാൻ അനീസിനോട് ചോദിച്ചു നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലെന്ന് ചോദിച്ചു ഇവര്. അപ്പോൾ അനീസ് പറഞ്ഞു അതൊന്നും വേണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇവന് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുവിന്. അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല, എന്താണെന്ന് അറിയണം, വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മുറി മതിയല്ലോ, വേറെ മുറി കിടക്കുന്നില്ല. അപ്പോൾ വയറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പയ്യനോട് അവിടെ എത്ര കൊടുക്കണ്ടേന്ന് വെച്ചാൽ അപ്പോൾ എത്ര രൂപ കൊടുക്കണം വെച്ചു. അത് കൊടുത്ത് ഒരു ഓട്ടോറിക്ഷ ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുത്തു. ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ കിടപ്പനായിരുന്നു. ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു ഇവിടം വരെ പോകുന്ന എത്രയാവട്ടാന്ന് വെച്ച് ഓട്ടോ ചേട്ടനും പൈസ കൊടുത്ത് കറക്റ്റായിട്ട് ഇവർ അവിടെ എത്തിച്ചേക്കണോട്ടാന്ന് തോന്നി. പോയി പിറ്റേ ദിവസം ഒരു കോള് വന്നു അനീസിന്. നമ്പറും കൊടുത്തു. ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാന്നും പറഞ്ഞു. വിളിച്ച അനീസ് ഫോൺ എടുത്തപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഷാജിയായിട്ടും സംസാരിക്കണമെന്ന് തന്നെ. അപ്പം എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കാര്യം സംസാരിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ കാര്യം സംസാരിക്കാൻ. ഞാൻ എന്താ മോൻ എന്ത് പറ്റിയെന്ന് വെച്ച് അവന് സിനിമയിലൊക്കെ അഭിനയിക്കാൻ നല്ല ഇതുള്ളവനാണ്, അവനൊന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ലമ്മേ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി അവന് കിട്ടുകയാണെങ്കിൽ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ നടക്കേണ്ടി വരും, ഒരു ജോലി വേണേൽ നമുക്ക് എവിടെയെങ്കിലും ആരും പറഞ്ഞ് ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ അങ്ങനെ പണിക്ക് പോകേണ്ടവനൊന്നും അല്ല, നീ ആരുടെ പട്ടിയില്ല എന്നോട്. എൻ്റെ മോനെ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അതിന് മാത്രം ഭൂസ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാ. തെറി ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച്. പിന്നെയും കോൾ വന്നപ്പോൾ ഞാൻ അനീസിൻ്റെ അടുത്തോട്ട് നീക്കി വെക്കും, അനീസ് എൻ്റെ അടുത്തോട്ട് നീക്കി വെക്കും, എടുക്കാൻ പേടിയാ. അപ്പം അങ്ങനത്തെ അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. സഹായിക്കാൻ പോയിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ അതെ. തലേദിവസം രാത്രിക്ക് കണ്ട മുഖമാണോ പിറ്റേ ദിവസം അല്ല സിനിമയിൽ അഭിനയിക്കണ്ട മോനെ ഞാൻ എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എവിടെയെങ്കിലും. ഇപ്പൊ നമ്മളൊരു തുണിക്കടയിലാണെങ്കിൽ പറഞ്ഞ് നമുക്ക് അവനെ കയറ്റാം, അമ്മക്ക് ഹോസ്റ്റലിലെ പൈസ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു കാഴ്ചപ്പാട്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരങ്ങ് ഞാനിപ്പോൾ പറഞ്ഞല്ല ലാംഗ്വേജ്, ഞാൻ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവമേ, ഇങ്ങനെയും ആൾക്കാരല്ലേ. കാലങ്ങളായി മലയാള സിനിമകളിലും സീരിയലുകളിലും സ്റ്റേജ് ഷോകളിലും മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരനാണ് സാജു നവോദയ. ഒരുപക്ഷെ ഈ പേരിനേക്കാൾ പാഷാണം ഷാജി എന്ന് പറഞ്ഞാലാകും ഭൂരിഭാഗം പേർക്കും അദ്ദേഹത്തെ മനസ്സിലാവുക. അത്രത്തോളമായിരുന്നു ഈ വേഷത്തിലൂടെ സാജുവിന് ലഭിച്ച അംഗീകാരവും പ്രകീർത്തിയും. നിലവിൽ ഷോകളിലും സിനിമകളിലുമെല്ലാം സജീവമായി തുടരുന്ന സാജു തന്റെ സ്വന്തം വീട് വിറ്റ് ക്യാൻസർ രോഗിക്ക് വീട് വെച്ചു കൊടുത്ത വാർത്ത ഓരോ മലയാളികളുടെയും ഹൃദയം നിറച്ചിരുന്നു. 15 വർഷം വാടകയ്ക്ക് താമസിച്ച ശേഷമായിരുന്നു സാജു നവോദയ സ്വന്തമായി ഒരു വീട് വെച്ചത്. എന്നാൽ മരടിലുള്ള ഒരു ക്യാൻസർ രോഗിയുടെ അവസ്ഥ കണ്ടപ്പോൾ ആ വീട് വിറ്റ് അവർക്കൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ സാജുവും ഭാര്യയും മുൻകൈ എടുക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് സാജു പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. സാജുവിന്റെ ഭാര്യ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. അവർ പാടിയിട്ട് റോട്ടിൽ പാടിയിട്ട് 1 ലക്ഷം രൂപ എനിക്ക് കൊണ്ടു തന്നു. ഈ 1,15,000 രൂപയാണ് എനിക്ക് ഔട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത്. അതും എൻ്റെ ഈ കലാകാരന്മാരായിട്ടുള്ള കുറച്ച് കൂട്ടുകാർ. അപ്പൊ അത് സുധി, അത് അവരുടെ വൈഫ് കൊച്ചുകുട്ടികളൊക്കെ പാടിയായിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞോണ്ട് ആദ്യം ഇത് പറയണം ഇവരുടെ കാര്യം. കാരണം എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് വന്ന അവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ സാമ്പത്തികമായിട്ട് അവരെന്നെ ഈ ഒരു രീതിയിൽ ഒരു 1,15,000 രൂപ എനിക്ക് 1,15,000 തന്ന് സഹായിച്ച്.
പിന്നെ അവരുടെ ബാക്കിയുള്ള ഈ താക്കോൽ കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നാടൻപാട്ട് ടീമാണ് വന്ന് എല്ലാ സ്റ്റേജിന്റെ കാര്യത്തിലും എല്ലാം ചെയ്ത് എന്നെ സഹായിച്ചു. ഞാൻ ഒറ്റക്കല്ല, ഞങ്ങൾ 2-3 പേരിലുള്ളൂ. അപ്പൊ ഞങ്ങൾ 3 പേര് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ചേട്ടായും പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യനും അനീസ്, അനീസ്. പിന്നെ അവൻ നിന്ന് പണിയിപ്പിക്കും, പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ നിന്ന് പണിയിക്കും. ചേട്ടായി നമ്മുടെ വീട് സ്വന്തം വീട് പണിയണ പോലെയാണ്. രാവിലെ എനിക്ക് കുളിച്ച് റെഡി അനീസ് വരും, ഇവർ രണ്ടും കൂടി പോവും. അവിടുത്തെ പണി വന്ന അല്ലെങ്കിൽ രാവിലെ വിളിക്കും, ഷൂട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും അവരോട് എന്താ പണിക്കാർ വന്നോ നിന്നോ. അപ്പൊ പറയൂ ഇല്ല ചേട്ടാ ഇന്ന് പണിക്കാർ വന്നിട്ടില്ല. അപ്പൊ തന്നെ പണിക്കാരെ വിളിക്കും, എന്ത് നിങ്ങൾ വരാത്ത. അപ്പൊ ഞങ്ങൾ ഇന്ന ദിവസം വരും. അങ്ങനെ അത് അത്രയും ദിവസം തലക്ക് വെളിവില്ലാത്ത പോലെയായിരുന്നു ചേട്ടായിയുടെ ഓട്ടം. പിന്നെ ആണെങ്കില് പൈസ ഇല്ലാണ്ട് വരുന്ന ഇല്ല ഏട്ടാ, അതൊരു ഇമോഷന്റെ ഒരു ഇതാണ്. ചേച്ചിക്ക് എത്രയാലും അത് എത്രയാലും ഇമോഷൻ ആവില്ല. അല്ലത് എന്താന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വലിയ കലാകാരനല്ല, വലിയ പേയ്മെന്റ് മേടിക്കുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് ചില സമയത്ത് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാണ്ടാവും. അപ്പൊ ഞാനൊരു ഇവിടുന്ന് അനീസ് വിളിക്കും, ചേട്ടാ ഇതിങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് വാർക്കലിന് ഇത്ര പേര് ഉണ്ട്, ഇതൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പറയാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പം പിന്നെ ഞാൻ കോളേജിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയും ചേട്ടാ പൈസയൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ല എനിക്കൊരു 10 ഏക്കർ സിമെന്റ് എടുത്ത് തന്നാന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് സാധനം ഞങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ വീടൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ സിനിമ ഇല്ല, അങ്ങനെയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തം വീടിൻ്റെ ലോണും വണ്ടിയുടെ ലോണും ഇങ്ങനെയൊക്കെ അതിനിടയ്ക്ക് ഇത് ഒക്കെ കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ചിലപ്പോൾ പാളാൻ സാധ്യത ഉണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു. ചേച്ചിക്ക് അന്നേരം ഇപ്പൊ ഒക്കെ ഇത്രയും ഒരു ഇതെടുത്ത് ചെയ്തപ്പോഴേ എപ്പോഴെങ്കിലും വേണ്ട ചേട്ടാ നമുക്കിത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുവോ, നമുക്കിത് നിർത്താൻ പറ്റാണ്ട് വരുവോ, അങ്ങനെ ഒരു ഇത് ചേച്ചിക്ക് തോന്നിയോ? പറഞ്ഞില്ല. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അല്ല അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ. നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ എല്ലാവരും. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒക്കെ സെൽഫിഷ് ആയിട്ട് പലപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ രണ്ടുപേരും ഒരു രീതിയിലും ഒരിത്തിരി പോലും ഇവർ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന വനജ എന്ന് പറഞ്ഞ അവർക്ക് ഈ വീടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോൾ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ഇതുണ്ടല്ലോ, അതെന്റെ പൊന്നു ചേച്ചി, അത് ഒരുപാട് പേര് ഭയങ്കരമായിട്ടും അത് ഇത് ചെയ്യേണ്ട ഒരു ഇതാണ്. ഇത് ഞങ്ങൾ ആ സമയം എന്ന് പറഞ്ഞാൽ കൊണ്ടുപിടിച്ചു. ഞാൻ ആ സിനിമയായിട്ട് വന്ന സമയത്താണ്, അപ്പം നിറച്ച് പടങ്ങൾ വെക്കണ്ടേ. ആ സമയത്താണ് നമ്മൾ വീട് വെക്കണം. അത്ര നാളെ ഞങ്ങൾ 15 വർഷം അടക്കം താമസിക്കും. വീട് വെച്ച് കയറി എൻ്റെ അമ്മയുടെയും വൈഫിൻ്റെ അമ്മയുടെ എല്ലാവരും ആഗ്രഹം ഞങ്ങൾ എവിടെയും സെറ്റായി കാണാനായിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീടിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് താക്കോലൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ലോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കാനില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇപ്പൊ എല്ലാവരും മാറിക്കളഞ്ഞപ്പോ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ ഞാൻ വീട് വിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓക്കെ, അങ്ങനെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ ഇനി പൈസ ഇല്ല പണി നിർത്തി വെക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. രശ്മി ചേച്ചിയുടെ ആ ഒരു വലിയൊരു സപ്പോർട്ടാണ്. രശ്മി ചേച്ചി ഒരിക്കലും ഒരു തവണയെങ്കിലും വേണ്ട ചേട്ടാ നമ്മളും ഇത് പെടുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് ഞാനൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിയിട്ട് സ്പോൺസർ ചെയ്യാന്നവര് സഹായിക്കില്ല എന്ന് പറഞ്ഞ അവസാനം ടൂർണമെന്റ് നടക്കുന്ന സമയം അത് ഇത്രയും പൈസ സ്വർണം കൊണ്ടുവന്നെ എന്റെ ചേട്ടായി ടൂർണമെന്റ് നടത്തണം എന്ന് പറഞ്ഞ ആളെ ഇയാള്. അല്ലാതെ ഒരു തവണ പോലും നമുക്കൊരു ജീവിതമില്ലേ, നമുക്കും ജീവിക്കണ്ടേ എന്നുള്ള ഒരു സംഭവം ചേച്ചി പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. തൻ്റെ വീട് വിറ്റിട്ട് വേറൊരാൾക്ക് വീട് വെച്ച് കൊടുത്ത ആളാണ് ഞാൻ. 15 വർഷം വാടകയ്ക്ക് താമസിച്ചിട്ടാണ് ഞാൻ വീട് വെച്ചത്. ആ വീട് വിറ്റ് 10 ലക്ഷത്തിന് മേലെ മുടക്കി വേറൊരാൾക്ക് വീട് വെച്ച് കൊടുത്തു. പുള്ളി ഒരു ക്യാൻസർ രോഗിയാണ്. ഒരു നേരത്തെ മരുന്ന് വാങ്ങിത്തരണമെന്ന് വിളിച്ചപ്പോൾ ഞാനും ഭാര്യയും കൂടി അവരുടെ വീട്ടിൽ പോയതാണ്. ഫ്ലക്സ് മേൽക്കൂരയാക്കിയ വീട്ടിൽ ഫ്ലക്സ് വിരിച്ചാണ് രോഗി കിടക്കുന്നത്. ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ടിൽ വാങ്ങാൻ പോകുമ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കൊരു കുഞ്ഞു വീട് വെച്ച് കൊടുക്കാമെന്ന്. കാരണം +1-നും +2-നും പഠിക്കുന്ന 2 പെൺമക്കളാണ് ആ വീട്ടിലുള്ളത്. പുലർച്ചെ 4 മണിക്കോ 3 മണിക്കോ എഴുന്നേറ്റ് പറമ്പിൽ പോകും അവർ. ബാത്റൂമിൽ പോകാൻ വൈകുന്നേരമാണെങ്കിൽ എല്ലാവരും ഉറങ്ങിയ ശേഷവും. അങ്ങനെയാണ് വീട് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഒടുവിൽ നാട്ടുകാരൊക്കെ വന്ന് വലിയ വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഫസ്റ്റ് കല്ലിടലിന്റെ അന്ന് ആൾക്കാർ വന്നതാണ്, പിന്നെ ആരും വന്നില്ല. ഒടുവിൽ ഞാൻ തന്നെ നിന്ന് വീട് പണിതു. 2 മുറികളും അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് അവർക്ക് വെച്ചു കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെയും ഭാര്യയുടെയും സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. അടുത്തൊരു സ്ഥലം വാങ്ങി വീട് വെച്ചിട്ട് ആരാരുമില്ലാത്ത അമ്മമാരെ ഞങ്ങൾക്കൊപ്പം താമസിപ്പിക്കുക എന്നതാണ് ഭാര്യയുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം എന്നും സാജു നവോദയ പറയുന്നു. ലക്ഷ്മി
ആർട്ടിസ്റ്റ് ലക്ഷ്മി ഇല്ലേ, ലക്ഷ്മി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഇതും ഞാൻ അന്നേരം അവിടെ വെച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഫോട്ടോ എടുത്തുവിടും ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ വന്നവരോടും പറഞ്ഞു നിങ്ങൾ ദൈവത്തോർത്ത് ചെയ്തിട്ടില്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷവും. അപ്പോൾ അത് ചെയ്താൽ തന്നെ. അപ്പോൾ സാറ് ഒന്നെല്ലാം ചെയ്ത് താക്കോലെ കൊടുത്തതിന് പോയതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ ചെന്ന് പാലൊക്കെ കാച്ചി അല്ലേ, പാലുകാച്ചെല്ലാം നമ്മൾ വൈകിട്ടാണ്. അല്ല നമ്മള് പാല് കാച്ചുന്ന ടൈമിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ആ അതെ, പാലുകാച്ചലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഇത് ഈ ഇങ്ങനത്തെ ഒരു ആ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ നിലവിൽ കലാകാരന്മാരുടെ അവസ്ഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞതാ. ഞാൻ ഈ വീടൊന്ന് കാണിക്കാണ് നമ്മുടെ പ്രേക്ഷകരെ. അത് നമ്മുടെ വീട്, നമ്മുടെ വീട്, നമ്മുടെ ഷായി ചേട്ടനും ചേച്ചിയും ഈ ഒരു ഐഡിയൽ കപ്പിൾ. ഇവര് ഒരുപാട് ആഗ്രഹത്തോടെ ഷായി ചേട്ടൻ്റെ ഇത്രയും വർഷം പ്രോഗ്രാം ചെയ്ത് നമ്മളെ കുറെ ചിരിപ്പിച്ചും സ്റ്റേജിലൂടെയും സിനിമയിലൂടെയൊക്കെ നമ്മളെ ഇങ്ങനെ ചിരിപ്പിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത് ആ പൈസയിൽ നിന്നും ഇവർ ആഗ്രഹിച്ചുണ്ടാക്കി വെച്ച പനങ്ങാട് വെച്ച വീടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. വീടിന്റെ പേരെന്തായിരുന്നു ചേച്ചി? ശ്രീവിനായകം. ചേച്ചിക്ക് ഓരോ നിമിഷവും ഇത് കാണുമ്പം ഇല്ല ഇതിൽ ഒരിക്കലും ഞങ്ങൾ അവര് ഹാപ്പി ആയിട്ട്, അതാണ് ഞങ്ങളുടെ സന്തോഷം. ഒരിക്കലും ഇല്ല. വീട് പോയെന്ന് വിചാരിച്ച് എനിക്ക് ഒരു വിഷമമില്ല, ഒരിക്കലും വിഷമമില്ല, ഇപ്പോഴും ഇല്ല, സന്തോഷമുള്ളൂ. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്തപ്പോ. ആരായിരുന്നു ചേച്ചി ശരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ വീട് ഇത് നിങ്ങൾ ആഗ്രഹിച്ചു വെച്ചത്? ചേട്ടന്റെ മനസ്സിൽ എത്രയോ വർഷത്തെ ഒരു ആഗ്രഹത്തിൽ വെച്ച വീടായിരിക്കണം അല്ലേ? പക്ഷെ ഇത് പോയതിൽ സങ്കടപ്പെടില്ല, കാരണം അത് തീരാതെ വന്നാൽ ഞങ്ങൾക്ക് സങ്കടമായേനെ. അതെ, ആ വീട് അല്ല ഞങ്ങൾ ആ ഒരു ധൈര്യത്തിലായിരുന്നു ചേട്ടൻ എന്നോട് പറഞ്ഞത്. ചിലപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ചേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്തോളാനായിട്ട്. ചേട്ടന്റെ ഭാഗ്യ ഇങ്ങനത്തെ ഒരു ചേച്ചിയും കൂടെ കിട്ടിയത്. എല്ലാം അത്ര സന്തോഷത്തോടെ അവർക്ക് താക്കോല് കൊടുത്ത പാലുകാച്ചലൊക്കെ ഞങ്ങൾ കൂടിയത്. ഞങ്ങളുടെ ഈ വീട് പോയത് പോകുന്നുള്ള ചിന്തപ്പാടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും ഇല്ല. പക്ഷെ ആ താക്കോല് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഈ ഒരു ഇത് വന്നപ്പോ ഇതിങ്ങനെ ആയി, ഇങ്ങനെ ഇത്രയും ടോക്ക് ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ കൂടുതലും നമ്മൾ പറഞ്ഞ അവർക്കും വിഷമാവില്ല ചെയ്തിട്ടത് പറയണത്. അതുകൊണ്ടാണ് പറഞ്ഞപ്പോ അവരോട് തന്നെ പറഞ്ഞു പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷെ അവര് അറിഞ്ഞിട്ടില്ല നിങ്ങളെ ഇങ്ങനെയാണ് അത് അവർക്ക് വീട് വെച്ച് കൊടുത്തെന്നുള്ള. വീട് കൊച്ചു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ബാധ്യതകൾ വന്നത്. നമ്മുടെ വീടിന്റെ ലോണ്, കാറിന്റെ ലോണ്, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന്. മനസ്സിലായോ? അപ്പൊ പിന്നെ അത് വീട്ടാനായിട്ട് ഞങ്ങൾക്ക് ഇത് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഇതാവുമ്പോ നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ സ്വന്തം. ആ സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ വേറെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. വൈഫ് രശ്മിയുടെ അമ്മ, ഞങ്ങളുടെ അമ്മക്ക് വയ്യായിരുന്നു. ഓ, അപ്പൊ അമ്മ പിന്നെ അമ്മക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും എല്ലാം ഞങ്ങൾ അത് മൊത്തത്തിൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയായിരുന്നു.